സി പി എമ്മുകാരനായ ബിനുവിനെ മുസ്ലിം തീവ്രവാദികൾ അന്ന് കൊന്നുകളഞ്ഞു എങ്കിൽ ഇന്നിതാ ആ CPM-ന്റെ ഒത്താശയോടെ ഒരു BJP-കാരനെ, അതേപോലൊരു BJP-കാരനെ കൊന്നിട്ടില്ല, പക്ഷേ മരണം വരെ ജയിലിനുള്ളിലാക്കിയിരിക്കുകയാണ്. ഇതാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ കേരളം, തീവ്രവാദികളുടെ കേരളം. മുസ്ലിം തീവ്രവാദികളാണ് കേരളത്തിലെ ഓരോ സംഭവങ്ങളും നിർണയിക്കുന്നത് എന്നതിലേക്ക് കേരളം എത്തിച്ചേരുകയാണ്. മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഈ മുസ്ലിം തീവ്രവാദികൾ വെട്ടിക്കൊന്ന സ്വന്തം സഖാവിനെ പോലും മറന്നുകൊണ്ട് CPM-കാർ ഇപ്പോഴിതാ ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു BJP പ്രാദേശിക നേതാവിനെ ജയിലിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് കേട്ടോ. ഏതാനും മാസം മുമ്പ് നമ്മുടെ പത്രങ്ങളിലും നമ്മുടെ ചാനലുകളിലൊക്കെ വന്ന വാർത്തയാണ്. അതായത് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അവിടുത്തെ ഒരു അധ്യാപകൻ, മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ അധ്യാപകൻ, ആ അധ്യാപകനെതിരെ അവിടുത്തെ 3 വിദ്യാർത്ഥിനികൾ അവരെ പീഡിപ്പിച്ചു എന്ന ഒരു കേസ് കൊടുക്കുകയും 11 വർഷമാണ് ഈ അധ്യാപകൻ ജയിലിൽ കിടന്നത്. 11 വർഷത്തിന് ശേഷം കോടതി അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിടുകയാണ്. ഈ വാർത്ത ഇങ്ങനെയാണ് കേട്ടോ. അതായത് മൂന്നാർ ഗവൺമെന്റ് കോളേജ് അധ്യാപകനെതിരെ വിദ്യാർത്ഥിനികൾ നൽകിയ പീഡന പരാതി വ്യാജമെന്ന് കോടതി. ഇടുക്കി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥിനെ 11 വർഷത്തിന് ശേഷം വെറുതെ വിട്ടു. നോക്കണം, 11 വർഷം ഒരു അധ്യാപകൻ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. അവിടുത്തെ 3 വിദ്യാർത്ഥിനികളാണ് തങ്ങളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസ് കൊടുത്തത്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ടത്. 2014 ഓഗസ്റ്റിൽ നടന്ന MA ഇക്കണോമിക്സ് 2ാം സെമസ്റ്റർ പരീക്ഷയ്ക്കിടെ നടന്ന കോപ്പിയടി പിടിച്ചതിനാണ് വിദ്യാർത്ഥികൾ അധ്യാപകനെതിരെ പരാതി നൽകിയത്. SFIയുടെ അനുഭാവികളായ വിദ്യാർത്ഥിനികളെയാണ് കോപ്പിയടിക്ക് പിടിച്ചത്. ഈ പെൺകുട്ടികൾ മൂന്നാറിലെ CPM പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷൻ തന്നെ കണ്ടെത്തി. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകൾ എടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു. പീഡന കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു. ഇതിന് കോളേജ് പ്രിൻസിപ്പൽ കൂട്ടുനിന്നതായും രാഷ്ട്രീയ ഗൂഢാലോചന നടന്നതായും കോടതി നിരീക്ഷിച്ചു. അപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു അധ്യാപകനെ ഒരു 3 വിദ്യാർത്ഥിനികൾ ചേർന്ന് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ കോപ്പിയടി പിടിച്ചതിന് ഈ അധ്യാപകൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നതിനാൽ ഈ CPM-ന്റെ ഓഫീസിൽ വെച്ചിട്ട് തയ്യാറാക്കിയ പരാതി പ്രകാരമാണ് ഈ കുട്ടികൾ കേസ് കൊടുക്കുന്നത് കേട്ടോ. ആ കേസ് ഒരു അധ്യാപകൻ 11 വർഷം ജയിലിൽ കഴിയുകയാണ്, നിരപരാധിയായ ഒരു അധ്യാപകൻ. അവസാനമാണ് കോടതി കണ്ടെത്തുന്നത് ഇയാൾ നിരപരാധിയാണ്. ഈ കോപ്പിയടി പിടിച്ചതിനുള്ള ദേഷ്യം തീർക്കാനാണ് ഈ അധ്യാപകനെതിരെ ബലാത്സംഗ കേസ് കൊടുത്തത് എന്ന്. ഈ ഒരു വാർത്ത നിങ്ങൾ ഏതുമായി കൂട്ടി വായിക്കണം? പത്മരാജൻ മാഷ് എന്ന് പറയുന്ന പാലത്തായിലെ അധ്യാപകനെതിരെ ഇതേപോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 9 വയസ്സല്ല, ഈ പെൺകുട്ടി 11 വയസ്സ് എന്ന് ശ്രീജിത്ത് പറഞ്ഞതായുള്ള ആ വോയിസ് ക്ലിപ്പുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 11 വയസ്സുകാരി പറയുകയാണ് തന്നെ ഈ അധ്യാപകൻ 3 തവണ പീഡിപ്പിച്ചു. എവിടെയാണ് പീഡിപ്പിക്കുന്നത്? അതായത് ക്ലാസ് മുറിയോട് തൊട്ടടുത്തുള്ള ശുചിമുറിയിൽ വെച്ച് ക്ലാസ് നടക്കുന്ന സമയത്താണ് പീഡിപ്പിച്ചത് എന്നാണ് പെൺകുട്ടി പറയുന്നത്. പക്ഷെ പെൺകുട്ടി അങ്ങനെ പറഞ്ഞ ആ ദിവസം ഈ അധ്യാപകൻ ക്ലാസ്സിലില്ല. അധ്യാപകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സഹോദരിയുടെ ഒരു ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അവിടെയാണ്. പിന്നെ പെൺകുട്ടി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ 2 കൈയും കെട്ടിയിട്ടു, എൻ്റെ മാഷ് മുണ്ടഴിച്ച് തൻ്റെ കണ്ണ് കെട്ടി, എന്നിട്ട് തൻ്റെ നഗ്ന ഫോട്ടോ എടുത്തു, തൻ്റെ ഉമ്മക്ക് അയച്ചു കൊടുത്തു. അത് ഉമ്മ ഡിലീറ്റ് ചെയ്തു. അവസാനം ഈ ശ്രീജിത്തൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മയുടെ ഫോണിലും മാഷിന്റെ ഫോണിലും ഒന്നും അത്തരത്തിൽപ്പെട്ട ഫോട്ടോ എടുത്തതായോ ഫോട്ടോ സെൻഡ് ചെയ്തതായോ ഫോട്ടോ റിസീവ് ചെയ്തതായുള്ള ഒരു തെളിവും കിട്ടിയില്ല. അതേപോലെ ഈ പെൺകുട്ടി പറഞ്ഞ ഓരോ കാര്യവും ഒന്നും ഈ തീയതികളിലൊന്നും ഈ അധ്യാപകൻ സ്കൂളിലില്ല, അല്ലെങ്കിൽ ഈ സമയത്ത് അധ്യാപകൻ ആ പ്രദേശത്തില്ല. പിന്നെ ഈ കുട്ടിയുമായി ഏതൊരു ഹോട്ടലിൽ പോകുന്നു, ഭക്ഷണം വാങ്ങി കൊടുക്കുന്നു, ഏതൊരു അമ്പലത്തിൽ പോകുന്നു. ഇതൊന്നും ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ തെളിവായി സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഒക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പെൺകുട്ടി പറയുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ TK രത്നകുമാർ എന്ന് പറയുന്ന CPM-ന്റെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കേസ് അട്ടിമറിച്ചുകൊണ്ട് പത്മരാജൻ മാഷിന് ജീവപര്യന്തം ഒരു മനുഷ്യന്റെ ജീവിതാവസാനം വരെ ശിക്ഷ വാങ്ങി കൊടുത്തിരിക്കുകയാണ് കേട്ടോ.
അപ്പീലിന് പോകും, സ്വാഭാവികമായിട്ടും അപ്പീലിന് പോകുമായിരിക്കും ഒക്കെ. ആ രീതിയിൽ കേസ് മുന്നോട്ട് പോകട്ടെ. ഞാൻ ഇന്ന് ഈ ഫേസ്ബുക്ക് നോക്കിയപ്പം ആർ വി ബാബുവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടേ. അത് ഇങ്ങനെയാണ്: പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച അധ്യാപകനെ വിദ്യാർത്ഥിനിയെ ഉപയോഗിച്ച് പകരം വീട്ടിയ തീവ്രവാദ അജണ്ടയാണ് പാലത്തായി കേസിൽ വിജയിച്ചത് എന്നാണ് ആർ വി ബാബു പറയുന്നത്. അതായത് ഈ അധ്യാപകൻ, അതായത് പത്മരാജൻ മാഷ്, നേരത്തെ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കി കഴിഞ്ഞപ്പം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇവിടുത്തെ എന്താ പറയാ മുസ്ലിം സംഘടനകളും ഇവിടുത്തെ CPM-ഉം സുഡാപ്പികളും അന്തംഗമ്മികളും ഒക്കെ ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന കാലത്താണ് പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ ഒരു പ്രശ്നവുമില്ല, ഇവിടുത്തെ ഒരു മുസ്ലിങ്ങളെയും ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കില്ല എന്നുള്ള രീതിയിൽ സത്യസന്ധമായ ഇതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നടത്തിയ അധ്യാപകനാണ് ഈ പറയുന്ന പത്മരാജൻ മാഷ്. അന്ന് തന്നെ ഇവിടുത്തെ ആ പ്രദേശത്തെ തീവ്രവാദികൾക്കിടയിൽ, തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ, മുസ്ലിം തീവ്രവാദികൾക്കിടയിൽ ഈ അധ്യാപകൻ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു. ഈ അധ്യാപകനെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള, കാരണം ഈ അധ്യാപകൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിക്ക് വിധേയനായി ആ പത്മരാജൻ മാഷ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക കൂടി ചെയ്തിരുന്നു. അപ്പോൾ ആർ വി ബാബു എഴുതുന്നത് എങ്ങനെയാണ്: പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച അധ്യാപകനെ വിദ്യാർത്ഥിനിയെ ഉപയോഗിച്ച് പകരം വീട്ടിയ തീവ്രവാദ അജണ്ടയാണ് പാലത്തായി കേസിൽ വിജയിച്ചത്. ഈ ഒരു വിദ്യാർത്ഥിനിയെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദ ശക്തികൾ പത്മരാജൻ മാഷിനെതിരെ കളിക്കുകയായിരുന്നു എന്നാണ് ആർ വി ബാബു ആരോപിക്കുന്നത്. അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് പറയുകയും പെൺകുട്ടി സ്ഥിരമായി മൊഴിമാറ്റി പറയുന്ന ആളും നുണ പറയുന്ന ആളുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പിന്നീട് SDPIയുടെ താല്പര്യപ്രകാരം CPM തങ്ങളുടെ ആജ്ഞാനുവർത്തിയായ DYSP രത്നകുമാറിനെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ച് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി കേസ് ചാർജ് ചെയ്യുകയാണ് ഉണ്ടായത്. കേസ് കേട്ട ജഡ്ജിയെ അവസാന നിമിഷത്തിൽ മാറ്റുകയും പുതുതായി ഒരു ജഡ്ജി ചാർജ് എടുക്കുകയും അവർ മരണം വരെ പത്മരാജന് ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുകയും ചെയ്ത അത്ഭുതമാണ് ഈ കേസിൽ നടന്നത്. ഈ കേസ് എന്താ പറയാ, ഇതിന്റെ വിചാരണയൊക്കെ നടത്തിയ ആ ജഡ്ജി മാറിയിട്ട് പകരം വന്ന ജഡ്ജിയാണ് ഒരൊറ്റ ദിവസം ഈ കേസ് പഠിക്കുകയും എന്നിട്ടാണ് ഈ ഒരു വിധി ന്യായം പുറപ്പെടുവിച്ച് കേട്ടോ. അങ്ങനെ ഒരു വസ്തുത കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത്ഭുതമാണ് ഈ കേസിൽ നടന്നത്. ഇതൊരു ആസൂത്രിത വിധിയാണ്. കോടതിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ വിധിയിലൂടെ സംഭവിക്കുന്നത്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നീതിവാക്യം ദേവതയെ നോക്കി പല്ലിളിക്കുകയാണ് എന്നാണ് ആർ വി ബാബു എഴുതുന്നത് കേട്ടോ. ആ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ് സുരേഷ് എഴുതുന്നത്: നാദാപുരത്തെ DYFI പ്രവർത്തകൻ ഈന്തുള്ളതിൽ ബിനുവിനെ തീർത്ത അതേ ജിഹാദി തന്ത്രം. ഇവിടെയാണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേക്കൊന്ന് സഞ്ചരിക്കേണ്ടത് കേട്ടോ. ഇപ്പോ പത്മരാജൻ മാഷിനെ കുടുക്കിയ, അല്ലെങ്കിൽ പത്മരാജൻ മാഷിന് മരണം വരെ ശിക്ഷ വാങ്ങിക്കൊടുത്ത ഈ മുസ്ലിം തീവ്രവാദികളുടെ ചൊൽപ്പടിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന CPMകാർ തങ്ങളുടെ കൂടെ നിന്ന് തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ശ്രീജിത്ത് പണ്ട് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടുകൾ മുഴുവനും തള്ളിക്കൊണ്ട് ഒരു കെട്ടിച്ചമച്ച് മറ്റൊരു റിപ്പോർട്ട് തയ്യാറാക്കി ഈ അധ്യാപകനെ കുടുക്കിയ CPMകാർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. പാലത്തായിൽ നിന്ന് അധികം അകലെയല്ല മറ്റൊരു സ്ഥലം. ആ സ്ഥലത്ത് CPMന്റെ പ്രവർത്തകനായ ഈന്തുള്ളതിൽ ബിനു എന്ന് പറയുന്ന ഒരു DYFI നേതാവിനെ ഇതേപോലെ ഇല്ലാത്ത ഒരു ബലാത്സംഗ ആരോപണം ചുമത്തിക്കൊണ്ട് ആ യുവാവിനെ വേട്ടയാടുകയും അവസാനം ആ യുവാവിനെ NDFകാർ, മുസ്ലിം തീവ്രവാദികളായ NDFകാർ, അറിയാലോ, NDF എന്ന് പറയുന്ന സംഘടന ഈ ബിനുവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ബിനു എന്ന് പറയുന്ന DYFI നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു കേട്ടോ. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് ആ അമ്മ അതോടെ മാനസിക നില തെറ്റിയ ബിനുവിന്റെ അമ്മ ഓരോ ദിവസവും തന്റെ മകനെ കാത്ത് വഴിയരികിൽ നിൽക്കുമായിരുന്നു. അവൻ മത്സ്യം വാങ്ങി വരുന്ന മകൻ, അവനിപ്പം മത്സ്യം വാങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ വഴിയരികിൽ കാത്തു നിന്നിരുന്നു. നബീസു എന്ന് പറയപ്പെടുന്ന ഇവരുടെ അയൽവാസി, ഈന്തുള്ളതിൽ ബിനുവിന്റെ ആ കഥ പലപ്പോഴും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. 2001 സംഭവിച്ചതാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതായത് ഈ ബിനുവിന്റെ അയൽവാസിയാണ്
നബീസു എന്ന് പറയുന്ന ആ നബീസുവിനെ നിസ്കാരപ്പായയിൽ വെച്ചിട്ട്, ശ്രദ്ധിക്കണേ, നിസ്കാരപ്പായയിൽ വെച്ചിട്ട് ഈ ബിനു ബലാത്സംഗം ചെയ്തു എന്നും നബീസുവിന്റെ മകളെ ബലാത്സംഗം ചെയ്തു എന്നും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ബിനുവിനെതിരെ കേസ് കൊടുത്തത് കേട്ടോ. യഥാർത്ഥത്തിൽ അതൊരു അതിർത്തി തർക്കമായിരുന്നു, രണ്ട് വീടുകാർ തമ്മിലുള്ള അതിർത്തി തർക്കമായിരുന്നു. ഇതിനിടെയാണ് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ കെട്ടിച്ചമച്ചൊരു കേസ് ഉണ്ടാക്കുകയും നബീസുവിനെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ വാഗ്ദാനം ചെയ്തുകൊണ്ട് നബീസുവിനെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിക്കുകയായിരുന്നു കേട്ടോ ഈ ബിനുവിനെതിരെ. അങ്ങനെയാണ് ബിനുവിനെതിരെ കേസെടുത്തത്. ആ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ബിനുവിനെ ഈ തീവ്രവാദികൾ വെട്ടിക്കൊന്നത് സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട്. അങ്ങനെയാണ് ഈ അമ്മ മാനസിക രോഗിയായി തീർന്നത്. ഓരോ വൈകുന്നേരങ്ങളിലും തന്റെ മകൻ മീൻ വാങ്ങി വരുന്ന മകൻ ബിനു മീൻ വാങ്ങി വരും എന്ന് വെച്ചിട്ട് ഈ വഴിയോരത്ത് കാത്തു നിന്ന ഈ അമ്മയെ കണ്ടിട്ട് ഈ ബിനുവിനെതിരെ കേസ് കൊടുത്ത നബീസുവിന്റെ മനസ്സാകെ പതറിപ്പോവുകയാണ് കേട്ടോ. അവസാനം ഈ നബീസിന്റെ ഭർത്താവും പത്രസമ്മേളനം നടത്തുന്നു. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ബിനു ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്ത് പറയിപ്പിക്കുകയായിരുന്നു എന്ന് ഈ നബീസിന്റെ ഭർത്താവും പൊതു സമൂഹത്തോട് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഏതാണ്ട് ഈ പശ്ചാത്തലത്തിൽ വേണം പത്മരാജൻ മാഷിന്റെ ഈ ജീവപര്യന്തമല്ല മരണം വരെ ഉള്ള ഈ തടവ് ശിക്ഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ. ബിനുവിനെ കൊന്നുകളഞ്ഞു അല്ലെ, ബിനുവിനെ കൊന്നുകളഞ്ഞു. സി പി എമ്മുകാരനായ ബിനുവിനെ മുസ്ലിം തീവ്രവാദികൾ അന്ന് കൊന്നുകളഞ്ഞു എങ്കിൽ ഇന്നിതാ ആ CPM ഒത്താശയോടെ ഒരു BJP-കാരനെ, അതേപോലൊരു BJP-കാരനെ കൊന്നിട്ടില്ല, പക്ഷേ മരണം വരെ ജയിലിനുള്ളിലാക്കിയിരിക്കുകയാണ്. ഇതാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ കേരളം, തീവ്രവാദികളുടെ കേരളം. മുസ്ലിം തീവ്രവാദികളാണ് കേരളത്തിലെ ഓരോ സംഭവങ്ങളും നിർണയിക്കുന്നത് എന്നതിലേക്ക് കേരളം എത്തിച്ചേരുകയാണ്. മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഈ മുസ്ലിം തീവ്രവാദികൾ വെട്ടിക്കൊന്ന സ്വന്തം സഖാവിനെ പോലും മറന്നുകൊണ്ട് CPM-കാർ ഇപ്പോഴിതാ ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു BJP പ്രാദേശിക നേതാവിനെ ജയിലിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് സംബന്ധിച്ച് BJP-ക്കാർക്കിടയിൽ തന്നെ ഒരുപാട് അസംതൃപ്തിയുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നിങ്ങളെ കാണിക്കാം കേട്ടോ. അതിങ്ങനെയാണ്. സെമറ്റിക് സ്ലോട്ടർ എന്ന ഒരു ഫേസ്ബുക്കിലാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത്. അത് ഇങ്ങനെയാണ്: പത്മരാജൻ മാഷുടെ കേസിൽ മാഷ് ജിഹാദികളുടെ നോട്ടപ്പുള്ളിയാവാൻ കാരണം ഒന്നേയുള്ളൂ, അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചു. തന്റെ ആ അഭിപ്രായം ഒരു FB പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചു. എനിക്ക് ജിഹാദികളോടല്ല, സോകോൾഡ് ഹിന്ദു സംരക്ഷകരായ കേരളത്തിലെ BJP-യോടാണ്. ജിഹാദികൾ അവരുടെ കുത്താബിൽ പറഞ്ഞ തക്കിയ നടപ്പിലാക്കുന്നു എന്നേയുള്ളൂ. അവർ ഹൂറിക്കായി പോരാടുന്നു എന്ന് മനസ്സിലാക്കാം, അത് അവരുടെ കാര്യം. പക്ഷെ നിലനിൽപ്പിനായി പോരാടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനെ അനുകൂലിച്ച് പോസ്റ്റിട്ടതിന്റെ പേരിൽ ജീവിതം തുലയ്ക്കപ്പെട്ട ഒരു സാധു സ്കൂൾ മാസ്റ്ററുടെ കാര്യത്തിൽ BJP എന്താണ് ചെയ്തത് എന്നാണ് ഈ പോസ്റ്റിട്ട ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ആരാണെന്ന് നമുക്കറിയില്ല, കാരണം സെമറ്റിക് സ്ലോട്ടർ എന്ന പേരിലാണ് ഈ ഒരു പോസ്റ്റ് വന്നത് കേട്ടോ. അദ്ദേഹം ചോദിക്കുന്നത് പിന്നെന്തിനാണ് എന്നിട്ട് ചോദിക്കുകയാണ്, ഈ വിധി വന്ന ശേഷം ഏതെങ്കിലും ഒരു BJP നേതാവെങ്കിലും ഉച്ചത്തിലൊന്ന് തുമ്മുകയെങ്കിലും ചെയ്തോ? പിന്നെന്തിനാണ് നിങ്ങൾ വോട്ട് തണ്ടാൻ വരുന്നത്? പാർട്ടി എന്നാൽ ജനങ്ങളാണ്, ആ ജനങ്ങളിലൂടെ വളരുന്നതാണ് പാർട്ടിയും അതിന്റെ ആദർശവും. ഓരോ അണിയും ആ ആദർശം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ടി വളരുക? അപ്പോ പാർട്ടിയെ വളർത്താനായി പാർട്ടിയുടെ നിലപാട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പേപ്പട്ടികൾ ഒരാളെ കടിച്ചു കുടയുമ്പോൾ ആ ആളെ സഹായിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലേ? ഒരു വലിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിന്റെ ശേഷം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ BJP പ്രവർത്തകരിൽ ഭയങ്കരമായ ഒരു പ്രതിഷേധം അലയടിക്കുകയാണ് കേട്ടോ. കാരണം പത്മരാജൻ മാഷിനെ ഈ വിധം കുറ്റവാളിയാക്കി മരണം വരെ തുറുങ്കിൽ അടയ്ക്കുമ്പോൾ BJP എന്താണ് പ്രതിഷേധിക്കാത്തത് എന്നാണ് ഇവിടുത്തെ ഒരു വിഭാഗം BJP-ക്കാർ ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ഈ സെമറ്റിക് സ്ലോട്ടറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. ഇനി നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി കാണിച്ചു തരാം. പ്രതീഷ് വിശ്വനാഥിന്റെ ഒരു പോസ്റ്റാണ്. പ്രതീഷ് വിശ്വനാഥ് ആ 2001 സംഭവം ഓർമ്മിക്കുകയാണ് കേട്ടോ. അതിങ്ങനെയാണ്: ഈന്തുള്ളതിൽ ബിനു ഓർമ്മയുണ്ടോ ആ പേര് എന്നാ ചോദിക്കുന്നത്. ഈന്തുള്ളതിൽ ബിനു എന്ന പേര് ഓർമ്മയുണ്ടോ? ഒരു സഖാവായിരുന്നു, നാദാപുരംകാരൻ. 2001 അയൽക്കാരിയായ നബീസുവിനെ നിസ്കാരപ്പായയിലിട്ട് ബലാത്സംഗം ചെയ്തു എന്നും നബീസുവിന്റെ മകളെ പീഡിപ്പിച്ചു എന്നും അയാൾക്കെതിരെ കേസ് വന്നു. UDF അത് ഏറ്റുപിടിച്ചു.
കോഴിക്കോട് വെച്ച് ഒരു പൊതുസമ്മേളനത്തിൽ AK ആന്റണി നബീസുവിന് സഹായധനം കൈമാറി. ഇതെങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. അതായത് അപ്പോഴത്തേക്ക് UDF അത് ഏറ്റുപിടിച്ചു. എന്നിട്ട് AK ആന്റണിയാണ് നബീസുവിന് സഹായധനം കൈമാറുന്നത്. ഇനിയൊരു പെൺകുട്ടിക്കും നബീസുവിന്റെ ഗതി വരുത്തരുതേ നാഥ എന്ന് സാക്ഷാൽ പാണക്കാട് തങ്ങൾ സ്റ്റേജിൽ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അധികം വൈകാതെ കല്ലാച്ചിയിൽ വെച്ച് പൊതുജന മധ്യത്തിൽ തന്നെ ബിനുവിനെ വെട്ടിക്കൊലപ്പെടുത്തി. പൊതുജന മധ്യത്തിൽ യഥാർത്ഥത്തിൽ ആ അമ്മയുടെ കൂടി മുന്നിൽ വെച്ചിട്ടായിരുന്നു ബിനുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. NDF പ്രവർത്തകർ അവരുടെ കിരാത നിയമം നടപ്പാക്കി. പിന്നെയാണ് കഥ മാറിയത്. ബിനുവിന്റെ അമ്മയുടെ മാനസിക നില തെറ്റി. മീൻ വാങ്ങാൻ പോയ ചെക്കൻ ഇതുവരെ വന്നില്ല, അവനെ നീ കണ്ടോ നബീസു എന്ന് എല്ലാ ദിവസവും നബീസുവിനോട് തന്നെ ആ അമ്മ ചോദിക്കുന്ന നില വന്നു. നബീസുവും ഒരമ്മയാണല്ലോ, അവരുടെ മാതൃഹൃദയത്തിന്റെ കോടതി അവരെ കുറ്റക്കാരി എന്ന് വിധിച്ചു കാണണം. എന്തായാലും അവരും ഭർത്താവും പത്രസമ്മേളനം വിളിച്ചു. ബിനുവിന്റെ വീട്ടുകാരുമായി അതിർത്തി തർക്കമുണ്ടായിരുന്നു. പിന്നെ ബിനുവിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ചില അറബി പേരുള്ള സംഘടനകൾ പണവും വാഗ്ദാനം ചെയ്തു. പണം കിട്ടിയില്ല. അല്ലാതെ അവൻ എന്നെ തൊട്ടിട്ടു പോലുമില്ല. നബീസ് അവസാനം പറയാണ്, അവൻ ബിനു എന്നെ തൊട്ടിട്ടു പോലുമില്ല. അതാണ് അവർ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം. ഇതാണ് ഒരു പോസ്റ്റ്. ഇനി നമ്മുടെ ശ്രീജിത്ത്, IG ശ്രീജിത്ത് ഇത് സംബന്ധിച്ച് ശ്രീജിത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് കേട്ടോ. കാരണം ഈ കേസ് ആദ്യം അന്വേഷിച്ച IG ശ്രീജിത്ത് ഈ അധ്യാപകനെതിരെ പോക്സോ കുറ്റം ചുമത്താൻ പറ്റില്ല. ഇങ്ങനെ പോക്സോ കുറ്റം ചുമത്തി കഴിഞ്ഞാൽ കോടതി ആ റിപ്പോർട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് എറിയും. കാരണം ഒരു തെളിവുമില്ല. മാത്രവുമല്ല, ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ച് ഈ പത്മരാജൻ മാഷിനെതിരെ ചുമത്തിയാൽ പത്മരാജൻ മാഷ് ഈ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കും. ഇല്ലാത്ത ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരുന്ന പേരിൽ ഈ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ആ വിധം റിപ്പോർട്ട് തയ്യാറാക്കാത്തത് എന്ന് IG ശ്രീജിത്ത് ഒരു ടെലിഫോൺ സംഭാഷണത്തിൽ മറ്റൊരാള്, അതായത് ആ നാട്ടുകാരൻ, ഈ പാലത്തായില് ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണെന്ന് തോന്നുന്നു, ആ രീതിയിലുള്ള മുഹമ്മദ് എന്നൊരാൾ ശ്രീജിത്തിനെ വിളിക്കുകയും ശ്രീജിത്ത് അയാളോട് ഈ കേസിന്റെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കേട്ടോ. മുഹമ്മദ് ഹാദിയാണ്. സാറിന്റെ കീഴിലുള്ള ടീംസ് അല്ല അന്വേഷണം നടത്തിയത്? അതെ, എന്റെ കീഴിലുള്ള ടീമാണ് അന്വേഷണം നടത്തിയത്. പറയൂ. അതെന്താണ് ഇപ്പൊ പ്രതിക്ക് ജാമ്യം കിട്ടിയല്ലോ? ജാമ്യം കിട്ടേണ്ട വകുപ്പല്ലല്ലോ അത്. നിങ്ങൾ ആ കേസ് മുഴുവൻ പഠിച്ചോ മുഹമ്മദ്? അങ്ങനെ പഠിച്ചത് പോക്സോ കേസിലെ നിയമമനുസരിച്ച് ഒരു ചെയ്ത ഞാൻ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ചുരുങ്ങിയ 20 വർഷം പണിഷ്മെന്റാണ്. അങ്ങനെയാണല്ലോ. ഞാൻ ചോദിച്ചതിന് സമാനം പറയൂ മുഹമ്മദ്. എടുത്ത് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മനസ്സിലായത്? അങ്ങനെയാണ് സ്കൂളിൽ വെച്ച് അധ്യാപകൻ പെൺകുട്ടി ഒരുപാട് പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി തന്നെ പറഞ്ഞു. ഞാൻ ചെറിയ 4 വയസ്സ് 4ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി തന്നെ പറഞ്ഞു. ഈ കുട്ടി പറയുന്ന ദിവസം മാഷ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. മാഷ് പീഡിപ്പിച്ചാണ് കുട്ടി പറയുന്നത്. മാഷ് ഞാൻ ചോദിച്ചത്, കുട്ടി പറഞ്ഞ ദിവസങ്ങൾ കുട്ടി 2 മൊഴി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 2 തവണ മോഡൽ കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ഒന്ന് FI വഴിയും ഒന്ന് കുട്ടി കൊടുത്ത മനസ്സിലാക്കി മനുഷ്യർക്ക് മുമ്പ് കൊടുത്ത മൊഴി ഞങ്ങൾക്ക് മാറ്റാനോ തിരിക്കാനോ പറ്റില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഹലോ കുട്ടി പീഡിപ്പിച്ചെന്നല്ലേ മൊഴി കൊടുത്തത്? കേൾക്കൂ, കുട്ടി പീഡിപ്പിച്ചത് മൊഴി കൊടുത്തു. പക്ഷെ കുട്ടി പറഞ്ഞ് പല ദിവസങ്ങളിലും പീഡിപ്പിച്ചത് ആദ്യം പറഞ്ഞത് 15-ാം തീയതിക്ക് മുമ്പ് മാഷ് പീഡിപ്പിച്ചതാണ്. ജനുവരി മാസത്തിലെ 2ാമത്തെ ആഴ്ച 15-ാം തീയതിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ 4-നും 14-നും ഇടയ്ക്ക്. അതെ. അപ്പൊ ഈ ദിവസത്തിൽ മാഷ് അവിടെ ഉണ്ടാവണ്ടേ? അതായത് മാഷ് അവിടെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പഠിച്ചോന്ന് ചോദിച്ചതിന്റെ കാര്യമാണ്. മാഷ് ആ സമയത്ത് ലീവ് എടുത്തിട്ട് അയാള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയാണ്. അയാളുടെ സഹോദരിയുടെ ഹൃദയ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് എങ്ങനെ ഞാൻ പോക്സോക്ക് അപ്പൊ ഈ കുട്ടി 14-ാം തീയതിക്ക് മുമ്പെന്ന് പറയുന്ന ദിവസം മാഷ് ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇതിന് ചാർജ് കൊടുക്കാൻ പറ്റുക? നിങ്ങൾ അന്വേഷിച്ചോ? സാറെ കുട്ടിയെ ഡേറ്റ് പറഞ്ഞു ഇന്ന ദിവസത്തിനിടയിൽ അങ്ങനെ പീഡിപ്പിച്ചെന്ന്. കുട്ടി ഇങ്ങനെയല്ല പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടി പറഞ്ഞത് 3 തവണ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ്. അത് ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 1 പ്രാവശ്യം പീഡിപ്പിച്ചതാണ്. കോടതിയിൽ പറയുന്നത് ആദ്യം പറഞ്ഞത് 1 പ്രാവശ്യം പീഡിപ്പിച്ചതാണ്. രണ്ടാമത് കൊടുത്ത വഴിയിൽ 3 ദിവസം പറഞ്ഞു. 15, 26, ഫെബ്രുവരി 2, 3 ദിവസം പറഞ്ഞു. അപ്പൊ ഈ 3 ദിവസം ഇത് നടക്കാനുള്ള സാഹചര്യം ബാക്കിയുള്ളവരുടെ വഴികളിൽ നിന്നും അധ്യാപകന്റെ CDR-ൽ നിന്നും, CDR എന്ന് പറഞ്ഞാല് മൊബൈൽ ടവർ ലൊക്കേഷൻ, മനസ്സിലാവുന്നുണ്ടോ?
മൊബൈൽ ടവർ ലൊക്കേഷൻ, അയാൾ മറ്റു ചെയ്ത പ്രവർത്തികൾ, ഇതെല്ലാമായിട്ട് യോജിക്കണ്ടേ? ഇനി നിങ്ങൾ ആ നാട്ടുകാരല്ലേ, നിങ്ങൾ ആ കുട്ടിയുടെ ഒരു മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മനസ്സിലായിക്കോളൂ. 15-ാം തീയതി കുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചെന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് കയറിയിട്ടാണ് കേട്ടിട്ടുള്ളത്. ബാത്റൂമിനകത്ത് കയറുന്നത് രാവിലെ 11:30 11:40 ഇടയ്ക്കാണെന്നാണ് കുട്ടി പറയുന്നത്. ബ്രേക്കിന്റെ സമയം. ഈ ബ്രേക്കിന്റെ സമയത്ത് അധ്യാപകൻ ചെന്ന് അടച്ചിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ വാതിൽ മുട്ടത്ത് കുട്ടി കുറ്റിയെടുക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്. ഈ സ്കൂളിലെ ഈ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറ്റിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ വസ്തുത. അപ്പൊ 5 കുട്ടികൾ ഒന്നിച്ചു പോയിട്ട് ഒരു കുട്ടി പിടിച്ചു നിന്നിട്ടാണ് മറ്റു 4 കുട്ടികൾ ബാത്റൂമിൽ പോവുക. അതെല്ലാ കുട്ടികളും പറയുന്ന കാര്യം. അപ്പൊ ഒന്നാമത് കുറ്റി എന്ന് പറഞ്ഞത് തന്നെ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യമായി കേട്ടല്ലോ. അടുത്ത കാര്യം, മാഷും ബാത്റൂമിനകത്ത് കയറി ഷോള് കൊണ്ട് കുട്ടിയുടെ കൈ ബന്ധിച്ചു. കുട്ടിയുടെ മൊഴിയാണ്, ഞാൻ പറയുന്നതല്ല. എന്നതിന് ശേഷം മാഷിന്റെ മുന്തിരിഞ്ഞിട്ട് കുട്ടിയുടെ വാ മൂടിക്കെട്ടി. എന്നിട്ട് കുട്ടിയുടെ നല്ല ചിത്രത്തിൽ കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഫോണില്. അത് കഴിഞ്ഞിട്ട് മാഷ് പറഞ്ഞു, ഇത് പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയുന്നവർക്ക് മാഷ് ഇറങ്ങിപ്പോയി. അപ്പൊ മാഷ് മുണ്ട് എവിടെയാണ്? മുണ്ടൂരിട്ടുണ്ടാവുമല്ലോ. മുണ്ടൂരിട്ടും കുട്ടിയുടെ മുഖത്ത് കെട്ടിയിരിക്കുകയാണ്, മനസ്സിലാക്കണം. അതെന്നിട്ട് ആവശ്യം നിർവഹണത്തിന് ശേഷം മുണ്ടൂരിട്ടുണ്ടാവുമല്ലോ. മുണ്ടൂരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. മുണ്ടൂരിയിട്ടില്ല, കുട്ടിയാണ് പിന്നെ വന്ന് കഷ്ടപ്പെട്ട് മുണ്ടൂരുന്നത്. കുട്ടിയുടെ മൊഴിപ്രകാരേ എന്ന് പറഞ്ഞാൽ മാഷ് ഇറങ്ങി പോയപ്പോ മുണ്ടില്ലാന്ന് പോയിന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ചെറിയ കുട്ടി പറയും, നമുക്ക് മനസ്സിലായി കൊടുക്കാറേ. നോക്ക് സുഹൃത്തെ, ഒരു കാര്യമാണെങ്കിൽ മനസ്സിലാക്കാം, 5 കാര്യം മനസ്സിലാക്കാം. നീ കേൾക്കൂ. കുട്ടി പറഞ്ഞ അടുത്ത കാര്യം, ഈ കുട്ടി ഫോട്ടോ എടുത്ത് ഉമ്മയ്ക്ക് അയച്ചു എന്ന് പറയുന്നത് തെറ്റി പറയുന്നതല്ലോ. അല്ല, ഈ കുട്ടിയുടെ ഫോൺ, ഈ മാഷ ഫോണിലോ ഉമ്മയുടെ ഫോണിലോ ഈ ഫോട്ടോ കാണണ്ടേ? ഞങ്ങൾ നോക്കുമ്പോ ഡിലീറ്റ് ചെയ്താൽ പോലും സാറേ. ഡിലീറ്റ് ചെയ്ത കാണില്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. തെറ്റായ ധാരണയാണ്. എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് എന്ത് ഡിലീറ്റ് ചെയ്താലും ഞങ്ങൾക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു ഇമേജ് നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ ആ ഫോൺ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഡിലീറ്റ് ചെയ്ത സമയം അടക്കം കിട്ടും. അങ്ങനെ ഒരു സംഭവം ആ ഫോണിലില്ല. ഇനി കഴിഞ്ഞ കേൾക്കൂ, LSSന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് കുട്ടിയെ മാഷ് വിളിച്ചു വരുത്തുന്നത്. LSSന്റെ ക്ലാസ് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി 3-ാം തീയതിയാണ്. ഫെബ്രുവരി 3-ാം തീയതി. ജനുവരി 15-ന് LSSന്റെ ക്ലാസ് ഇല്ല. ജനുവരി 26-ന് LSSന്റെ ക്ലാസ്സിൽ വീണ്ടും കുട്ടിയെ വിളിച്ചു വരുത്തിയെന്ന് പറയുന്ന കുട്ടി. അന്ന് LSSന്റെ ക്ലാസ്സില്ല. മാത്രമല്ല അന്ന് മാഷ് സ്കൂളിൽ വന്നിട്ടേ ഇല്ല. എനിക്ക് അവിടെ ഒരു പ്രിൻസിപ്പൽസിനെ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ജനുവരി 26-ന് അന്ന് കുട്ടിയുടെ കൂടെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുടെ മൊഴിയുണ്ട്. ഈ കുട്ടി കൂടെ ഉണ്ടായിരുന്നു. പപ്പ മാഷ് വന്നിട്ടില്ല. പപ്പ മാഷ് മൊബൈൽ ലൊക്കേഷൻ 8 കിലോമീറ്റർ ദൂരെയാണ്, ഇനി കഴിഞ്ഞില്ല. ഫെബ്രുവരി 2-ാം തീയതി മാഷ് കുട്ടിയെ കൊണ്ട് ബൈക്കിൽ കയറിയിട്ട് ഒല്ലൂർക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഒലീവ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുട്ടി. എവിടെ? ഒലീവ് ഒലീവ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ അവിടെ CCTV ഉണ്ട്. അതിന് മാഷ് കുട്ടിയെ കാണാണ്ടിപ്പോ ഇല്ല. ശരി, നാട്ടിലില്ല. കുട്ടിക്ക് ഡേറ്റ് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ കുട്ടിക്ക് ഡേറ്റ് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞാണെങ്കിൽ പോട്ടെ. പോലീസിനോട് പറഞ്ഞ പോലീസ് കള്ളത്തിൽ എഴുതിച്ചു നമുക്ക് പറയാം. കോടതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയി മജിസ്ട്രേറ്റ് കള്ളം പറഞ്ഞു പറയേണ്ടി വരും. അത് ഈ നാട്ടിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അതൊരു ലേഡി മജിസ്ട്രേറ്റാ, പുരുഷൻ പോലുമല്ല. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇയാളുടെ CDR എന്ന് പറഞ്ഞാൽ കോൾ ഡീറ്റെയിൽസ് ആണ്. അയാൾ എവിടെ പോയി, എവിടെ ഇരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ കാലമല്ല. അപ്പൊ അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു ചാർജ് കൊടുത്താൽ ഒന്ന് ഞങ്ങൾക്ക് ദോഷം, അത് പോട്ടെ. അതിനേക്കാൾ വലിയ ഈ കുട്ടിക്കെതിരെ അയാൾ കേസിന് പോയാൽ അതിന് സമാധാനം പറയേണ്ടി വരും. അയാളൊരു തികഞ്ഞ വർഗീയവാദിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഈ അധ്യാപകൻ തികഞ്ഞ വർഗീയവാദിയാണ് എന്ന് ശ്രീജിത്ത് പറയുന്നുണ്ട് കേട്ടോ. ശ്രീജിത്ത് പറയുന്നുണ്ട് ഈ അധ്യാപകൻ തികഞ്ഞ വർഗീയവാദിയാണ്. കാരണം ഇത് ഏത് പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം ഈ പൗരത്വ ഭേദഗതി ബില്ലിന് അനുകൂലമായി ഇദ്ദേഹം പോസ്റ്റ് ഇട്ടു. മാത്രമല്ല ഇദ്ദേഹം കുട്ടികളോട് ഇതിനെപ്പറ്റി വിശദീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. അത് തെറ്റുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അധ്യാപകനെ ശിക്ഷിക്കാം. അതിന്റെ പേരിൽ, അതായത് വിദ്യാർത്ഥികളോട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണം നടത്തി എന്നുള്ള പേരിലൊക്കെ വേണമെങ്കിൽ അധ്യാപകനെ ശിക്ഷിക്കാം. അതല്ലാതെ ഈ ഇല്ലാത്ത ഒരു പീഡനത്തിന്റെ പേരിൽ ഈ അധ്യാപകനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ
ഇനിയും ഇത് ബാക്കി പറയുന്നത് കേൾക്കണം നിങ്ങൾ. വേറൊരു തമാശ കുട്ടി പറയുന്നത് 15-ാം തീയതി ഇങ്ങനെയാണെന്ന് ഓർക്കാൻ കാരണം 15-ാം തീയതി കുട്ടിക്ക് ആർത്തവം തുടങ്ങി. 9 വയസ്സല്ലേ? ഓക്കെ, ശരിയാണ്. 11 വയസ്സുണ്ട് കുട്ടിക്ക്. കുട്ടി പറഞ്ഞു 11ാമത്തെ വയസ്സാണ് കുട്ടിയുടെ. അപ്പൊ കുട്ടി പറയുക ജനുവരി 15-ന് കുട്ടിക്ക് ആർത്തവം തുടങ്ങി. അതുകൊണ്ടാണ് കുട്ടി ആ ദിവസം ഓർക്കാൻ കാര്യം. അറബി പഠിപ്പിക്കുന്ന ടീച്ചർ അന്ന് പ്ലാന് മാറ്റി കൊടുത്തു മോൾക്ക്. അന്ന് ലൈലാബി ടീച്ചർ സ്കൂളിൽ വേണ്ടേ? വന്നിട്ടില്ല. അന്ന് ലൈലാബി ടീച്ചർ വന്നിട്ടില്ല എന്നല്ല, ലൈലാബി ടീച്ചർ മട്ടന്നൂര് അറബിക് ടീച്ചേഴ്സിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്, തെളിവുണ്ട്, സീഡിയാറുണ്ട്. ഇങ്ങനെ ഈ കുട്ടി പറയുന്ന ഓരോ കാര്യങ്ങളും അവാസ്തവമാണ് എന്ന് പറഞ്ഞാൽ ഇത് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് വളരെ കൃത്യമായി ഈ ശ്രീജിത്ത് പറയുന്നുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ്. നിങ്ങൾക്ക് ഉറപ്പായി അന്വേഷിക്കാവുന്ന കാര്യങ്ങളേ ഉണ്ടല്ല. ഞാൻ പരസ്പര വൈരുദ്ധ്യങ്ങളെ തെളിവുകളുള്ളവരെ, അതാണ് പ്രശ്നം. അതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ വൈരുദ്ധ്യമുള്ള തെളിവുകൾ ഒരുപോലെ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ചാർജ് കൊടുക്കും. അതല്ലാതെ ചാർജ് കൊടുക്കാൻ നിയമമില്ല. അപ്പൊ പരസ്പര വൈരുദ്ധ്യമുള്ള മൊഴികളാണ് ഈ കുട്ടി നൽകിയത്. അതുകൊണ്ടാണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തതെന്നാണ് ശ്രീജിത്ത് ഈ മുഹമ്മദിനോട് പറയുന്നത്. ഇനി ഇതാ മറ്റൊരു കാര്യം കൂടിയേ. ഇപ്പൊ കുട്ടി പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അടുത്ത പറഞ്ഞ ഫെബ്രുവരി 2 പറയുന്ന ദിവസം ഒലിവ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, ഏലാങ്കോട് മുട്ടായി മേടിച്ചു, ഒരു ക്ഷേത്രത്തിൽ പോയി, ഏതൊരു ക്ഷേത്രത്തിൽ പോയി 12-ക്ക് അനുഗ്രഹം മേടിക്കുന്നു. സുഹൃത്തെ, നിങ്ങളെ നാട്ടുകാരല്ലേ, നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം 12-ക്ക് തുറന്നിരിക്കുന്ന ഏത് അമ്പലം അവിടെ ഉള്ളത്? ഒരു അമ്പലം വേണ്ട തുറന്നിരിക്കുന്നു, എന്നാലും അവിടെ പോയിട്ട് അനുഗ്രഹം വാങ്ങാൻ പറ്റൂ. അതായത് ഒരു ക്ഷേത്രത്തിൽ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി അനുഗ്രഹം വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നത്. നോക്കുമ്പോൾ 12-ക്കാണെന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പൊ 12-ക്ക് ക്ഷേത്രങ്ങളൊന്നും തുറന്നിരിക്കാറില്ലല്ലോ എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. ഇങ്ങനെ ഓരോ ഈ പെൺകുട്ടിയുടെ മൊഴിയും പരസ്പര വൈരുദ്ധ്യമുള്ളതാണ്. ഇതാണ് ശ്രീജിത്തിന്റെ ഒരു ടെലിഫോൺ സംഭാഷണം. ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട്, നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ പീഡനം ഉണ്ടല്ലോ, അതായത് കുട്ടികളെയോ അല്ലെങ്കിൽ സ്ത്രീകളെയോ ഈ പീഡനത്തിന്റെ പേരിൽ ഉള്ള പരാതികൾ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞ മൂന്നാർ കോളേജിൽ 11 വർഷം ജയിലിൽ കിടന്ന ഒരു അധ്യാപകൻ 11 വർഷത്തിന് ശേഷമാണ് കോടതി കണ്ടെത്തുന്നത് ഈ പരാതി വ്യാജമാണ് എന്ന്. ഇതേപോലെയാണ് ഇന്തുള്ളതിൽ ബിനുവിന്റെ കാര്യം. ബിനുവിനെ വെട്ടിക്കൊന്നു അല്ലെ, ആ ഒരു പ്രശ്നത്തിന് പേരിൽ വെട്ടിക്കൊല്ലുകയാണ്. അതിന്റെ ശേഷമാണ് വെളിപ്പെടുത്തുന്നത് ബിനു നിരപരാധിയാണ്, ബിനു എന്നെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് നബീസ് പറയുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഈ വ്യത്യസ്തങ്ങളായ അനുഭവ പാഠങ്ങളാണ് കേട്ടോ. ഈ അനുഭവ പാഠങ്ങൾക്കിടയിലാണ് പത്മരാജൻ മാഷിനെ മരണം വരെ ജയിലിലാക്കിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റ്. കോടതിയുടെ ഒരു ഉത്തരവാണ്, ഇതൊരു കീഴ്ക്കോടതിയാണ്. ഇനിയും മാഷിന് അപ്പീൽ പോകാം. അപ്പീലിൽ പോയാൽ പക്ഷെ അത്രയും കാലം ഈ മനുഷ്യൻ നിരപരാധിയാണ് എങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഈ ശ്രീജിത്തിനെ ഒന്നും നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം രത്നകുമാർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ന്യായവുമില്ല. കാരണം ഈ നവീൻ ബാബുവിന്റെ കേസ് സംഭവങ്ങൾ അറിയുന്ന ഒരു മനുഷ്യൻ പോലും ഈ രത്നകുമാറിന്റെ ഈ ട്രാക്ക് റെക്കോർഡ് സംശുദ്ധമാണ് എന്ന് പറയില്ല. ആ രത്നകുമാറാണ് ഈ കേസ് ഈ രീതിയിൽ വളച്ചൊടിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാതൃഭൂമി പത്രത്തിൽ ആ വാർത്ത 1-ാം പുറത്താണുള്ളത്. ഒരു 2 കോളം വാർത്തയാണ്. പാലത്തായി പീഡനം, BJP നേതാവിന് മരണം വരെ തടവ് എന്നാണ് തലക്കെട്ടിട്ടോ. വാർത്ത ഇങ്ങനെയാണ്: പാനൂർ പാലത്തായിൽ 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അധ്യാപകന് ജീവിത അന്ത്യം വരെ തടവ് വിധിച്ച് കോടതി. BJP തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കടവത്തൂർ മുണ്ടിയോട്ടെ കുറുങ്ങാട്ട് ഹൌസിൽ K പത്മരാജനെ ബ്രാക്കറ്റിലെ പപ്പൻ മാഷ് 48 വയസ്സാണ് ആണ് ശിക്ഷിച്ചത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം 376 AB വകുപ്പ് പ്രകാരമുള്ള ജീവപര്യന്തം തടവ് ജീവിതാന്ത്യം വരെയാണെന്ന് അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി AT ജലജാറാണി വിധിന്യായത്തിൽ വ്യക്തമാക്കി. ഇതേ വകുപ്പിൽ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കഠിന തടവ് കൂടി അനുഭവിക്കണം.
പോക്സോ നിയമത്തിലെ 5FL വകുപ്പുകൾ പ്രകാരം 20 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം കഠിന തടവ് കൂടി അനുഭവിക്കണം. പോക്സോ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ജീവിതാന്ത്യം വരെ തടവ് അനുഭവിക്കും മുമ്പ് പോക്സോ വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ജീവിത അന്ത്യം വരെ, മരണം വരെ തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഈ കേസ് നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ വിവാദമായ ഒരു കേസായിരുന്നു. പാലത്തായി പീഡന കേസ്. നേരത്തെ എസ് ശ്രീജിത്ത് കേരളത്തിലെ ഈ നമ്മുടെ IPS പോലീസ് മേധാവികളിൽ ഏറ്റവും പ്രഗത്ഭനായ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ ഈ പെൺകുട്ടി, അതായത് പീഡനത്തിനിരയായി എന്ന് പറയുന്ന 4ാം ക്ലാസ്സുകാരി അല്ലെ, 4ാം ക്ലാസ്സുകാരി എന്ന് പറഞ്ഞാൽ ശ്രീജിത്ത് തന്നെ പറയുന്നത് 11 വയസ്സായാണ് ആ പെൺകുട്ടിക്ക്. 11 വയസ്സായ ആ പെൺകുട്ടി 3 തവണ മൊഴി നൽകിയിട്ടുണ്ട്. അത്രേ. ഒരു തവണ കോടതിയിലാണ്. കോടതിയിൽ ഈ പെൺകുട്ടി നൽകിയ ഒരു 164 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതൊരു വനിതാ ജഡ്ജിക്ക് മുമ്പിലായിരുന്നു പെൺകുട്ടി പറഞ്ഞത്. അതിനുശേഷം 2 തവണ പോലീസിലും ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഈ 3 മൊഴികളും അവിശ്വസനീയമാണ്. ഈ 3 മൊഴികളിലും പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റാവുന്നതല്ല. എന്ന് പറഞ്ഞാൽ ഈ അധ്യാപകൻ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതിന് പെൺകുട്ടി പറയുന്ന ഡേറ്റുകൾ, ആ ഡേറ്റിൽ അധ്യാപകൻ അവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോ സംഭവങ്ങളും വളരെ കൃത്യമായി ശ്രീജിത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് മാനസികമായി എന്തോ ഈ പെൺകുട്ടിയെ കൗൺസിലിങ്ങിനൊക്കെ പിന്നെ വിധേയമാക്കിയിരുന്നു കേട്ടോ. കാരണം ഈ പെൺകുട്ടി പറയുന്നത് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ ഈ ശ്രീജിത്ത് ഈ കേസ് പോക്സോ വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമൊന്നും ചുമത്തിയിരുന്നില്ല. അങ്ങനെ ഈ അധ്യാപകന് ജാമ്യം കിട്ടിയിരുന്നു. ഏറ്റവും അവസാനമാണ് ഈ പെൺകുട്ടിയുടെ ഉമ്മ എന്താ പറയാ ഹൈക്കോടതിയിൽ ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുക്കുന്നു. അങ്ങനെയാണ് 2ാമത് കേസ് അന്വേഷണം വേറൊരു അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുന്നത്. ഏറ്റവും രസകരമായ വസ്തുത, 2ാമത്തെ അതായത് എസ് ശ്രീജിത്ത് എന്ന് പറയുന്ന കേരളത്തിലെ വളരെ വളരെ പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് ഈ അധ്യാപകനെതിരെ ഈ പെൺകുട്ടി പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ്. ആ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പോക്സോ കേസ് ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോയ ഒരു കേസ് പിന്നീട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തുന്ന ആരെയാണെന്ന് പറയോ? രത്നകുമാറിനെയാണ്. TK രത്നകുമാർ എന്ന് പറയുന്ന മുതലിനെയാണ് കേട്ടോ. ഈ TK രത്നകുമാർ എന്ന് പറയുന്ന ആള് ഇപ്പോ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ണൂർ ജില്ലയിൽ മത്സരിക്കുന്നുണ്ട് കേട്ടോ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPMന്റെ സ്ഥാനാർത്ഥിയായി റിട്ടയർഡ് ആയ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മത്സരിക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ഈ കേസ് 2ാമത് അന്വേഷിച്ചതും ഈ പറയുന്ന അധ്യാപകനെതിരെ, പപ്പൻ മാഷിനെതിരെ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചതും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അതിവേഗ കോടതി ജഡ്ജ് ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്നതും. ഈ രത്നകുമാർ എന്ന് പറയുന്ന ഈ ACP ആണ് നവീൻ ബാബുവിന്റെ കേസ് ഉണ്ടല്ലോ, അതായത് PP ദിവ്യ പരുഷ വാക്കുകൾ ഉപയോഗിച്ചതിനെ തുടർന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്ന കേസിൽ PP ദിവ്യയെ രക്ഷിച്ചത്. PP ദിവ്യയെ ഈ കേസിൽ വളരെ കൂളായിട്ട് രക്ഷിച്ച ആളാണ് രത്നകുമാർ. അപ്പം CPMന്റെ ഏറ്റവും വിശ്വസ്തനായ, CPMന് വേണ്ടിയിട്ട് കേസ് എന്താ പറയാ അന്വേഷണം നടത്തുന്നു. അതായത് CPM ആൾക്കാരായ പ്രതികളെ രക്ഷിക്കാനും CPM വിരുദ്ധരായ പ്രതികളെ കുറ്റവാളികളാക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമിക്കുന്ന ആളാണ് രത്നകുമാർ എന്നുള്ളത് നമുക്ക് ഈ PP ദിവ്യയുടെ കേസിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാലോ, PP ദിവ്യ ഈ പറയുന്ന കേസിൽ കുറ്റക്കാരിയാണ് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. പക്ഷേ ഈ TK രത്നകുമാർ ഈ കേസ് അന്വേഷിച്ചിട്ട് PP ദിവ്യയുടെ ഫോണ് പിടിച്ചെടുത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിയാലോ ഒരു പ്രശാന്തൻ എന്ന് പറയുന്ന, എനിക്ക് 2 ഒപ്പുണ്ട് 2 പേരുണ്ട് എന്നൊക്കെ പറയുന്ന, മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു എന്ന് പറയുന്ന ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന പ്രശാന്തിനെതിരെ ഒരു അന്വേഷണം നടത്താതെ ഈ കേസിന്റെ ഉള്ളറകളിലേക്ക് ഒന്നും പോകാതെ ഈ കേസ് തേച്ചു മാച്ച് കളഞ്ഞ, അല്ലെങ്കിൽ ഈ കേസിൽ PP ദിവ്യയെ രക്ഷിച്ച, പ്രശാന്തിനെ രക്ഷിച്ച, ഈ ബിനാമി കൂട്ടങ്ങളെ ഒക്കെ രക്ഷിച്ച, അല്ലെങ്കിൽ CPMന്റെ നേതാക്കളെ മുഴുവൻ രക്ഷിച്ച് വെളുപ്പിച്ച ആളാണ് TK രത്നകുമാർ. അതിന്റെയൊക്കെ ഒരു പ്രതിഫലം എന്നുള്ള രീതിയിലാണ് TK രത്നകുമാറിനെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ എന്താ പറയാ CPM സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്. ഇതേ രത്നകുമാറാണ് IG ശ്രീജിത്ത് തള്ളിയ കേസ്. IG ശ്രീജിത്ത് ഈ പെൺകുട്ടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് ഈ കേസ് പോക്സോ കേസായി പരിഗണിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വിധി എഴുതി, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച ആ കേസ് 2ാമത് പുനരന്വേഷണം നടത്തിയ ആളാണ് ഈ രത്നകുമാർ. അപ്പൊ രത്നകുമാറിന്റെ കുറ്റപത്രം, രത്നകുമാർ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലത്തായി കേസിൽ ഈ പറയുന്ന പപ്പൻ മാഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തെ മരണം വരെ
ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ അതിവേഗ കോടതി ജഡ്ജ് എന്താണ് പ്രത്യേക കോടതി ജഡ്ജി AT ജലജ റാണി ഈ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. ഇത് മാതൃഭൂമി 1-ാം പേജിൽ തന്നെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. ദേശാഭിമാനി ഒരു BJP നേതാവായതുകൊണ്ട് BJP നേതാവാണ് ഈ പപ്പൻ മാഷ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, ദേശാഭിമാനിയുടെ വാർത്ത നോക്കിയാട്ടെ. 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. BJP നേതാവിന് മരണം വരെ തടവ്, ജീവപര്യന്തം 40 വർഷം തടവും 40 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും. വിധി കേട്ട ശേഷം പത്മരാജൻ കോടതിക്ക് പുറത്തേക്ക് വരുന്നു. പത്മരാജൻ മാഷിന്റെ പടമൊക്കെ കൊടുത്തിട്ട് BJP നേതാവിന് മരണം വരെ തടവ് എന്നുള്ള രീതിയിൽ 4 കോളത്തിൽ ദേശാഭിമാനി മുകളിൽ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇനി മാധ്യമവും ആഘോഷിക്കുകയാണ് ആ വാർത്ത കേട്ടോ. BJP നേതാവ് പത്മരാജന് ജീവിതാന്ത്യം വരെ തടവ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടെ പുറത്തേക്ക് വരുന്നു. വിധി പ്രസ്താവത്തിന് ശേഷം തലശ്ശേരി കോടതിയിൽ നിന്ന് പ്രതി പത്മരാജനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. കേരള കൗമുദി ഈ വാർത്ത അതീവ പ്രാധാന്യത്തിൽ തന്നെ കേരളകൗമുദി വാർത്ത കൊടുത്തിരിക്കുന്നു. ഇതാ ഒരു 4 കോളത്തിൽ തന്നെയാണ് കൊടുത്തത്. അത് അധ്യാപകൻ പത്മരാജന് മരണം വരെ ജയിൽ, 40 വർഷം പോക്സോ തടവും ജീവപര്യന്തവും, പാലത്തായിൽ 4-ാം ക്ലാസ്സുകാരിക്ക് പീഡനം, പ്രതി BJP പ്രാദേശിക നേതാവ് എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത കൊടുത്തത്. ഇനി നമുക്ക് മനോരമയിലേക്ക് പോകാം. ഞാൻ നോക്കിയപ്പോൾ മനോരമയില് ഈ വാർത്ത 1-ാം പുറത്ത് ഈ വാർത്ത കണ്ടില്ല കേട്ടോ. നോക്കിയപ്പോൾ ഇത് 6-ാം പേജിൽ, മലയാള മനോരമയുടെ 6-ാം പേജിലാണ് ഈ വാർത്തയുള്ളത്. ആ വാർത്ത പാലത്തായി 6-ാം പേജിൽ താഴെ കണ്ടില്ലേ, പാലത്തായി പീഡനം, അധ്യാപകന് ജീവിത അന്ത്യം വരെ തടവ് എന്നുള്ളതാണ് കേട്ടോ. അതിലും ഈ മറ്റു പത്രങ്ങളിലൊക്കെ ഉള്ള വാർത്ത തന്നെയാണ്. പക്ഷെ അതിൽ എന്നെ ആകർഷിച്ച വാർത്ത ഈ പത്മരാജൻ മാഷ്, അതായത് പപ്പൻ മാഷ് ഈ ശിക്ഷാവിധിക്ക് ശേഷം പോലീസുകാരുമായി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായമുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് അറിയണം. അത് ഇതാണ്. ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. മനസ്സാ വാച കർമ്മണ അറിയാത്ത കേസ് തന്റെ മേൽ കെട്ടിച്ചമച്ചതാണെന്നും പപ്പമാഷ് പറയാണേ. മനസ്സാ വാച കർമ്മണ അറിയാത്ത കേസ് തന്റെ മേൽ കെട്ടിച്ചമച്ചതാണ് എന്നും ഭാവിയിൽ തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം SDPIക്കും മത തീവ്രവാദ സംഘടനകൾക്കും ആയിരിക്കുമെന്നും പ്രതി കോടതി മുറിയിൽ പറഞ്ഞു. കോടതി മുറിയിലാണ് പത്മരാജൻ മാഷ് പറയുന്നത് തന്റെ ഭാര്യ ഈ പശ്ചാത്തലത്തിൽ തന്നെ അന്യായമായിട്ടാണ് ശിക്ഷിച്ചിരിക്കുന്നത്. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. തന്റെ ഭാര്യ എങ്ങാനും മാനസിക വിഷമം മൂലം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഈ കേസ് കെട്ടിച്ചമച്ച ആർക്കാണ്? SDPIക്കും മത തീവ്രവാദികൾക്കുമായിരിക്കും, SDPIക്കും മത തീവ്രവാദ സംഘടനകൾക്കും ആയിരിക്കുമെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു. അതായത് ഈ കേസ് അന്വേഷിച്ച രത്നകുമാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രത്നകുമാർ മനഃപൂർവ്വം തന്റെ ഈ പ്രതിയെ തന്റെ കക്ഷിയെ ഈ കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ് ഈ പ്രതിയുടെ അഭിഭാഷകൻ പറഞ്ഞത്. അതിങ്ങനെയാണ്. പാലത്തായി കേസ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. പാലത്തായി കേസ് അന്വേഷണം ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയേർഡ് ACP TK രത്നകുമാർ കേസ് അട്ടിമറിച്ചു. പാലത്തായി കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ BJP നേതാവ് K പത്മരാജനെതിരെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയേർഡ് ACP TK രത്നകുമാർ ഈ കേസ് അട്ടിമറിച്ചു. അതായത് നവീൻ ബാബുവിന്റെ കേസ് എങ്ങനെയാണോ അട്ടിമറിച്ചത്, എങ്ങനെയാണോ PP ദിവ്യയെ വെള്ള പൂശിയത്, PP ദിവ്യ കുറ്റക്കാരി അല്ല എന്നുള്ള രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്, അതേ രീതിയിലാണ് BJP പ്രവർത്തകനായ ഈ പത്മരാജൻ മാഷിന്റെ മേലെ ഒരിക്കലും അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത ഒരു കുറ്റം ചുമത്തി അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. K രത്നകുമാർ കേസ് അട്ടിമറിച്ചു. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ LDF കൗൺസിലർ സ്ഥാനാർത്ഥിയാണ് നിലവിൽ രത്നകുമാർ എന്നും അഡ്വക്കേറ്റ് P പ്രേമരാജൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീകണ്ഠാപുരം നഗരസഭയിലെ LDF കൗൺസിലർ ആയിട്ടാണ് ഇപ്പോ CPM സ്ഥാനാർത്ഥിയായിട്ട് ഈ TK രത്നകുമാർ എന്ന് പറയുന്ന CPMന്റെ സ്വന്തം പോലീസ് ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആയ ശേഷം മത്സരിക്കുന്നത്.